നമസ്കാരം, എല്ലാവർക്കും +1 ഹിസ്റ്ററി ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എട്ടാമത്തെ യൂണിറ്റിനെ കുറിച്ചാണ്. എട്ടാമത്തെ യൂണിറ്റിൻ്റെ നെയിം എന്താണ്? കോൺഫെഡറേഷൻ ഓഫ് കൾച്ചർ, സംസ്കാരങ്ങളുടെ അഭിമുഖീകരണം. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഏഴാമത്തെ യൂണിറ്റിനെ കുറിച്ച് ചർച്ച ചെയ്തു. ഏഴാമത്തെ യൂണിറ്റ് അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയ ചാപ്റ്ററാണ് കോൺഫെഡറേഷൻ ഓഫ് കൾച്ചർ, അല്ലെങ്കിൽ സംസ്കാരങ്ങളുടെ അഭിമുഖീകരണം. നോക്കാം. ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ചില ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കണ്ടെത്തലുകളാണ്. ലോകം ചുറ്റിക്കണ്ട ചില ആളുകളെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അതായത് 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ നിലനിന്നിരുന്ന പരിതസ്ഥിതി എന്താണ്? അന്നത്തെ കാലത്ത് യാത്രകളെ പ്രധാനമായിട്ടും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു 15-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത്. ഇത് ഭൂമിശാസ്ത്രപരമായ പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക് വഴിതെളിയിച്ചു. സ്പെയിനുകാരും പോർച്ചുഗീസുകാരും കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി ഇന്ത്യയിലേക്ക് എത്തി. ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ച കൊളംബസ് ഏകദേശം 1492 വെസ്റ്റ് ഇൻഡീസിൽ എത്തിച്ചേരുകയും ഈ യാത്രകളുടെ ഫലമായിട്ട് യൂറോപ്യൻ പരിവേഷകർ പലതരത്തിലുള്ള ആളുകളുമായിട്ട് പരിചയപ്പെട്ടു. അവരിൽ നിന്ന് അവർ പുതുതായി പലതും പഠിച്ചു. അങ്ങനെ അമേരിക്കയിൽ യൂറോപ്യന്മാർ അഭിമുഖീകരിച്ച ജനങ്ങൾ, അതുപോലെ തന്നെ അവരിൽ വലിയ താല്പര്യം കാണിച്ചു എന്ന് മാത്രമല്ല, പലപ്പോഴും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ആസ്റ്റക്ക്, അതായത് നമ്മൾ പ്രധാനമായിട്ടും ഈ യൂണിറ്റിൽ വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയിലെയും പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളെ കുറിച്ചൊക്കെയാണ് ഡിസ്കസ് ചെയ്യുക. ആസ്റ്റക്കുകൾ, ഇൻകാസ്, അതുപോലെ തന്നെ പെറുവിലെ ഇൻകാസുകൾ, മായാസ് പോലെയുള്ള ഭാഗങ്ങൾ. അപ്പോൾ ആസ്റ്റക്ക് വനിതയായ ഡൊണ മറീന സ്പാനിഷ് ആക്രമണകാരിയായ കോർട്ടസിന് മെക്സിക്കോയിൽ ചെയ്തു കൊടുത്ത സഹായം ഉദാഹരണമായിട്ടൊക്കെ പറയുന്നുണ്ട് ഈ പാഠഭാഗത്ത് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെ അമേരിക്കയിൽ ആസ്റ്റക് സാമ്രാജ്യത്തിൻ്റെ ശത്രുക്കൾ ആസ്റ്റക്കുകളെ തകർക്കാൻ യൂറോപ്യന്മാരെയൊക്കെ ഉപയോഗിച്ചു. അങ്ങനെ ഇത്തരത്തിലുള്ള ചില ഭാഗങ്ങൾ വടക്കേ അമേരിക്കയിൽ നിലനിന്നിരുന്ന അന്നത്തെ ഗോൾഡ് റഷ്, അതായത് സ്വർണത്തിനായുള്ള പ്രവാഹത്തിനെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യും ഭാഗങ്ങളിൽ കേട്ടോ. അപ്പോൾ ആസ്റ്റക്കുകൾ, ഇൻകാസ്, മായാസ്, അതുപോലെ തന്നെ ചില സമുദ്ര പര്യവേഷണങ്ങളും അതുപോലെ തന്നെ അമേരിക്കയുടെ കണ്ടെത്തലുകൾ, അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു പാഠഭാഗത്ത് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ എട്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? കോൺഫെഡറേഷൻ ഓഫ് കൾച്ചർ, അല്ലെങ്കിൽ സംസ്കാരങ്ങളുടെ അഭിമുഖീകരണം. പാഠഭാഗത്തേക്ക് പ്രവേശിക്കും. സംസ്കാരങ്ങളുടെ ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ സംസ്കാരങ്ങളുടെ അഭിമുഖീകരണം. യൂറോപ്യൻ വോയേജസ്, യൂറോപ്യന്മാരുടെ സമുദ്രാനന്തര യാത്രകൾ. സുഗന്ധവ്യഞ്ജനങ്ങൾ, വെള്ളി തുടങ്ങിയ ലഭിക്കാനായി വ്യാപാരപാത കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് യൂറോപ്യന്മാർ സമുദ്രാനന്തര യാത്രകൾക്ക് തുടക്കമിട്ടത്. പോർച്ചുഗീസുകാരും സ്പാനിഷുകാരുമായിരുന്ന 15-ാം നൂറ്റാണ്ടിൽ സമുദ്രാനന്തര പരിവേഷണങ്ങൾക്ക് തുടക്കമിട്ടത്. കണ്ടുപിടിച്ച പ്രദേശങ്ങൾ ഭരിക്കാനുള്ള അവകാശം പോപ്പ് അവർക്ക് നൽകി. 2 ടൈപ്സ് ഓഫ് കൾച്ചർ ഓഫ് നേറ്റീവ് അമേരിക്കാസ്, അമേരിക്കയിലെ 2 തരം തദ്ദേശീയ സംസ്കാരങ്ങൾ. 1 കരീബിയ, ബ്രസീൽ. 2 മധ്യ അമേരിക്കയിലെ ആസ്റ്റക്കുകളും മായന്മാരും പെറുവിലെ ഇങ്കകളും. അമേരിക്കയിലെ തദ്ദേശീയ ജനതയും അവരുടെ അധിവാസ കേന്ദ്രങ്ങളുമാണ് നമ്മുടെ ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. ശ്രദ്ധിക്കുക. തദ്ദേശീയ സംസ്കാരങ്ങൾ, സ്രോതസ്സുകൾ. സ്റ്റഡിയിങ് സോഴ്സസ്, നേറ്റീവ് കൾച്ചർ. 19-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ മാത്രമാണ് നരവംശാസ്ത്രജ്ഞർ ഈ സംസ്കാരങ്ങളെക്കുറിച്ചുള്ള പഠനം ആരംഭിച്ചത്. പിന്നീട് പുരാവസ്തുശാസ്ത്രജ്ഞർ അതുമായി ബന്ധപ്പെട്ട അവശിഷ്ടങ്ങൾ കണ്ടെത്തി. 1911-ൽ ഇൻകാ നഗരമായ മാച്ചു പിച്ചു കണ്ടെടുക്കപ്പെട്ടു. വനങ്ങളാൽ മൂടപ്പെട്ട നിരവധി നഗരാവശിഷ്ടങ്ങളുടെ ആകാശചിത്രങ്ങൾ അടുത്ത കാലത്തായി ലഭ്യമായിട്ടുണ്ട്. അമേരിക്കയിലേക്ക് പോയ യൂറോപ്യന്മാർ ലോഗ് ബുക്കുകളും ഡയറികളും സൂക്ഷിച്ചിരുന്നു. ഉദ്യോഗസ്ഥന്മാരും ജസ്യൂട്ട് മിഷണറിമാരും എഴുതിയ രേഖകൾ ലഭ്യമാണ്. യൂറോപ്യന്മാർ അമേരിക്കയുടെ കണ്ടുപിടുത്തത്തെക്കുറിച്ച് എഴുതിയപ്പോൾ വളരെ കുറച്ചു മാത്രമേ തദ്ദേശീയരെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ളൂ. സൗത്ത് അമേരിക്ക, ദക്ഷിണ അമേരിക്ക. ആയിരക്കണക്കിന് വർഷങ്ങളായി ഉത്തര ദക്ഷിണ അമേരിക്കകളും സമീപ ദ്വീപുകളും ജനവാസ കേന്ദ്രങ്ങളായിരുന്നു. ഏഷ്യയിൽ നിന്നും ദക്ഷിണ സമുദ്രദ്വീപങ്ങളിൽ നിന്നും ജനങ്ങൾ കുടിയേറി. തെക്കേ അമേരിക്കയിൽ നിബിഡ വനങ്ങളും പർവ്വത പ്രദേശങ്ങളും ആയിരുന്നു. തെക്കേ അമേരിക്കയിലൂടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ നദിയായ ആമസോൺ ദീർഘദൂരം ഒഴുകുന്നത്. ആനിമിസ്റ്റുകൾ, ആധുനിക ശാസ്ത്രം അചേതനമെന്ന് കരുതുന്ന വസ്തുക്കൾ പോലുള്ള ജീവനും ആത്മാവും ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് ആനിമിസ്റ്റുകൾ. കരീബിയയിലെയും ബ്രസീലിലെയും സമൂഹങ്ങൾ. അരവാക്കുകൾ. ബഹാമസ്, ഗ്രേറ്റർ ആൻറ്റിലീസ് എന്നീ പേരുകളിൽ ഇന്നറിയപ്പെടുന്ന പ്രദേശം കരീബിയൻ സമുദ്രത്തിലെ നൂറുകണക്കായ ചെറുദ്വീപ സമൂഹങ്ങൾ ചേർന്നതാണ്. അരവാക്കുകൾ എന്ന വിഭാഗമാണ് ഇവിടെ താമസിച്ചിരുന്നത്.
കരീബുകൾ എന്ന ക്രൂരന്മാരായ ഗോത്രവർഗ്ഗക്കാർ അരവാക്കുകളെ ലെസർ ആൻറ്റിലസിൽ നിന്നും പുറത്താക്കിയിരുന്നു. ബോട്ട് നിർമ്മാണത്തിൽ അരവാക്കുകൾ വിദഗ്ധരായിരുന്നു. അവർ ഒറ്റത്തടി വള്ളത്തിൽ പുറംകടലിലൂടെ സഞ്ചരിച്ചിരുന്നു. നായാട്ട്, മത്സ്യബന്ധനം, കാർഷിക വൃത്തി എന്നിവയായിരുന്നു മുഖ്യ തൊഴിലുകൾ. മധുരക്കിഴങ്ങ്, ചോളം, മരിച്ചീനി എന്നിവ ഉൽപ്പാദിപ്പിച്ചു. എല്ലാവരും ഒത്തുചേർന്നുള്ള ഭക്ഷ്യോൽപാദനവും സമൂഹത്തിലെ എല്ലാവർക്കും ഭക്ഷണം നൽകലുമായിരുന്നു ഒരു പ്രത്യേകത. കുലത്തിലെ മുതിർന്നവരുടെ കീഴിൽ സംഘടിക്കപ്പെട്ടു. ബഹുഭാര്യത്വം സർവ്വസാധാരണമായിരുന്നു. പോളിഗമി വാസ് കോമൺ. ദ അരവാക്സ് വേർ ആനിമിസ്റ്റ്. അരവാക്കുകൾ സർവ്വജീവത്വവാദികളായിരുന്നു. ഷമാന്മാർ വൈദ്യന്മാരായും ഇഹലോകത്തിനും പരലോകത്തിനുമിടയിലുള്ള മധ്യവർത്തികളായും പ്രവർത്തിച്ചു. അരവാക്കുകൾ സ്വർണം ആഭരണമായി ഉപയോഗിച്ചിരുന്നുവെങ്കിലും ഈ ലോഹത്തിന് യൂറോപ്പിൽ കൊടുത്തിരുന്ന മൂല്യം അവർ കൽപ്പിച്ചിരുന്നില്ല. യൂറോപ്യർ കൊണ്ടുവന്ന സ്ഫടികമുത്തുകൾക്ക് പകരമായി അവർ സന്തോഷത്തോടെ സ്വർണം കൈമാറി. നെയ്ത്തുകലയിൽ വിദഗ്ധരായിരുന്ന അരവാക്കുകൾ നിർമ്മിച്ച തൂക്കുമഞ്ചങ്ങൾ അവരുടെ ഒരു സവിശേഷതയായിരുന്നു. സ്വർണത്തിനു വേണ്ടിയുള്ള സ്പെയിൻകാരുടെ അന്വേഷണത്തിനോട് അരവാക്കുകൾ സഹകരിച്ചു. 25 വർഷത്തെ സ്പെയിൻകാരുമായുള്ള ബന്ധത്തോടെ അരവാക്കുകൾ ഇല്ലാതെയായി. ബ്രസീലിലെ തുമിനമ്പകൾ. ബ്രസീലിയസ് ഇൻ ടുമിനാമ്പ. ടുമിനാമ്പ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ജനസമൂഹം തെക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരത്തും കാട്ടിലുള്ള ഗ്രാമങ്ങളിലുമായിരുന്നു ജീവിച്ചിരുന്നത്. ബ്രസീൽ വുഡ് എന്ന മരത്തിൽ നിന്നാണ് ബ്രസീൽ എന്ന പേരുണ്ടായിരുന്നത്. അപ്പോൾ തെക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരപ്രദേശങ്ങളിലും കാട്ടിനകത്തുള്ള ഗ്രാമങ്ങളിലുമായിരുന്നു ടുപ്പിനമ്പ എന്ന ജനത വസിച്ചിരുന്നത്. ബ്രസീലാണ് നൗ ബ്രസീൽ. ഓക്കെ, അപ്പോൾ ബ്രസീൽ വുഡ് എന്ന മരത്തിൽ നിന്നാണ് ബ്രസീൽ എന്ന പേര് ഉണ്ടായത്. നോ അഗ്രികൾച്ചർ. കൃഷി ഉണ്ടായിരുന്നില്ല. ഇരുമ്പിനെക്കുറിച്ച് അറിവില്ലായിരുന്നതിനാൽ വനങ്ങൾ വെട്ടിത്തെളിച്ച് കൃഷി ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. പഴങ്ങളും പച്ചക്കറികളും മത്സ്യവും സുലഭമായിരുന്നു. രാജാവോ സൈന്യമോ മതസ്ഥാപനങ്ങളോ നിയന്ത്രിക്കാനില്ലാത്ത സന്തോഷവും സ്വാതന്ത്ര്യവും നിറഞ്ഞ അവരുടെ ജീവിതം യൂറോപ്യരെ അസൂയാലുക്കളാക്കി. തെക്കേ അമേരിക്കയിലെ രാഷ്ട്ര സമ്പ്രദായങ്ങൾ. ദ സ്റ്റേറ്റ് സിസ്റ്റം ഓഫ് സെൻട്രൽ ആൻഡ് സൗത്ത് അമേരിക്ക. ആസ്റ്റക്, മായ, ഇങ്ക എന്നിവയായിരുന്നു മധ്യ അമേരിക്കയിലെയും തെക്കേ അമേരിക്കയിലെയും സുസംഘടിത രാഷ്ട്രങ്ങൾ. ചോളത്തിൻ്റെ മിച്ചോൽപാദനമായിരുന്നു ഈ സംസ്കാരങ്ങളുടെ അടിത്തറ. മെക്സിക്കോയിലെ ആസ്റ്റക്കുകളെക്കുറിച്ച് നോക്കാം. മധ്യ അമേരിക്കയിലെ മെക്സിക്കോയിലെ തദ്ദേശീയ ജനതയായിരുന്നു ആസ്റ്റക്കുകൾ. ആസ്റ്റക്കുകളുടെ ദേവനായ മെക്സിറ്റിലിയിൽ നിന്നാണ് മെക്സിക്കോ എന്ന പേരുണ്ടായത്. തലസ്ഥാനം ടെനോച്റ്ലാൻ. 12-ാം നൂറ്റാണ്ടിൽ വടക്കുനിന്നും മധ്യ താഴ്വാരത്തിലേക്ക് കുടിയേറിയവരാണ് ആസ്റ്റക്കുകൾ. വിവിധ ഗോത്രങ്ങളെ കീഴ്പ്പെടുത്തി സാമ്രാജ്യം വിപുലീകരിക്കപ്പെട്ടു. റിക്ലമേഷൻ. പാഴ്നിലങ്ങളെ കൃഷിക്കും ജനവാസത്തിനും അനുയോജ്യമായ തരത്തിൽ വീണ്ടെടുക്കുന്ന സമ്പ്രദായമാണ് റിക്ലിനേഷൻ. ആസ്റ്റക് സമൂഹം എങ്ങനെയാണെന്ന് നോക്കാം. അധികാര ശ്രേണിയിൽ അധിഷ്ഠിതമായ സമൂഹം. പ്രഭുക്കൾ, പുരോഹിതന്മാർ, യോദ്ധാക്കൾ, വ്യാപാരികൾ തുടങ്ങിയവർ ഉൾപ്പെടുന്ന സമൂഹം. പ്രതിഭാധനരായ കൈവേലക്കാർ, ഭിഷഗ്വരർ, ജ്ഞാനികളായ അധ്യാപകർ തുടങ്ങിയവർ ആദരിക്കപ്പെട്ടിരുന്നു. വ്യാപാരികൾ ചില സമയങ്ങളിൽ നയതന്ത്ര പ്രതിനിധികളായും ചാരന്മാരായും പ്രവർത്തിച്ചിരുന്നു. കുലീനവർഗം അവർക്കിടയിൽ നിന്ന് ഒരു ശ്രേഷ്ഠ നേതാവിനെ തിരഞ്ഞെടുത്തു. രാജാവ് ഭൂമിയിലെ സൂര്യൻ്റെ പ്രതിനിധിയായി കണക്കാക്കപ്പെട്ടു. യുദ്ധദേവനും സൂര്യദേവനും വേണ്ടി ക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടു. ചോളം, ബീൻസ്, കുമ്പളങ്ങ, മത്തങ്ങ, മരച്ചീനി, ഉരുളക്കിഴങ്ങ് തുടങ്ങിയ നിരവധി വിളകൾ അവർ കൃഷി ചെയ്തു. ഭൂമിയുടെ അവകാശം കുലത്തിനായിരുന്നു. പൊതുനിർമ്മാണ പ്രവർത്തനങ്ങളുടെ ചുമതലയും കുലത്തിനായിരുന്നു. മെക്സിക്കോ തടാകത്തിൽ ആസ്റ്റക്കുകൾ നിർമ്മിച്ച കൃത്രിമ ദ്വീപുകളാണ് ചിനമ്പകൾ. വലിയ ഈറ്റപ്പായകൾ ഉണ്ടാക്കിയ ശേഷം ചെളികൊണ്ട് മൂടി അതിനുമേൽ ചെടി വെച്ച് പിടിപ്പിക്കുന്നതാണ് ഇത് സാധ്യമാക്കിയിരുന്നത്. നോക്കാം ഇനി ആസ്റ്റക് വിദ്യാഭ്യാസ രീതി എങ്ങനെയാണെന്ന്. എല്ലാ വിദ്യാർത്ഥികളും സ്കൂളിൽ പോയിരുന്നു. ആൺകുട്ടികൾക്ക് സൈനിക പരിശീലനവും കാർഷിക പരിശീലനവും വ്യാപാരത്തിനുള്ള പരിശീലനവും നൽകി. പെൺകുട്ടികൾക്ക് ഗാർഹിക ജോലികളിൽ പരിശീലനം നൽകി. കുലീന കുടുംബങ്ങളിലെ ആൺകുട്ടികൾക്ക് പരിശീലന കേന്ദ്രങ്ങൾ കൽമേക്കാക്ക് എന്നറിയപ്പെട്ടു. സൈനിക നേതാവോ മതനേതാവോ ആകുന്നതിനുള്ള പരിശീലനമാണ് ഇവിടെ നൽകിയിരുന്നത്. ടെപ്പോച്ച്കല്ലി. എല്ലാ വിഭാഗത്തിലെയും കുട്ടികൾക്ക് പ്രവേശനമുണ്ടായിരുന്ന ആസ്റ്റക് സ്കൂൾ ടെപ്പോച്ച്കല്ലി എന്നറിയപ്പെട്ടു. ചരിത്രം, ഐതിഹ്യങ്ങൾ, മതം, ആചാര സംബന്ധമായ ഗാനങ്ങൾ എന്നിവയാണ് അവിടെ പഠിപ്പിച്ചിരുന്നത്. മെക്സിക്കോയിലെ മായന്മാർ. മെക്സിക്കോയിലെ മായൻ സംസ്കാരം 11-12 നൂറ്റാണ്ടുകളിൽ പുരോഗതി നേടി.
16-ാം നൂറ്റാണ്ടിൽ ആസ്റ്റക്കുകളേക്കാൾ കുറഞ്ഞ ശക്തി മാത്രമേ ഇവർക്കുണ്ടായിരുന്നുള്ളൂ. ചോളം കൃഷിയായിരുന്നു മായൻ സംസ്കാരത്തിൻ്റെയും അടിത്തറ. ചോളം നടന്ന സമയത്തും വളർച്ച ഓരോ ഘട്ടത്തിലും വിളവെടുപ്പിൻ്റെ സമയത്തുമെല്ലാം നിരവധി മതപരമായ ആചാരങ്ങളും ചടങ്ങുകളും നിലവിലുണ്ടായിരുന്നു. കൃഷിയിലെ മിച്ചോൽപാദനം വാസ്തുശില്പത്തിൻ്റെയും വാനശാസ്ത്രത്തിൻ്റെയും ഗണിതശാസ്ത്രത്തിൻ്റെയും വളർച്ചയെ സഹായിച്ചു. ചിത്രലിപിയെ അടിസ്ഥാനമാക്കിയുള്ള എഴുത്തുവിദ്യ മായന്മാർക്കുണ്ടായിരുന്നു. പെറുവിലെ ഇങ്കകൾ. ദക്ഷിണ അമേരിക്കയിലെ ഏറ്റവും വലിയ തദ്ദേശീയ സംസ്കാരമാണ് ഇങ്ക. ഇങ്കയുടെ മറ്റൊരു പേര് കൊച്ചുവ എന്നാണ്. ഇങ്കകളുടെ ഭാഷ കൊച്ചുവ ഭാഷ. ആദ്യത്തെ ഇങ്ക എന്നറിയപ്പെടുന്നത് മാങ്കോ കാപ്പാക് 12-ാം നൂറ്റാണ്ടിൽ കുസ്കോ എന്ന തലസ്ഥാനം സ്ഥാപിച്ചു. പുതുതായി കീഴടക്കപ്പെട്ട ഗോത്രങ്ങൾ ഇങ്ക വിഭാഗത്തിൽ ലയിച്ചു. ഓരോ ഇങ്ക പൗരനും കൊച്ചുവ ഭാഷ സംസാരിക്കണം. ഇങ്കകൾ എഴുത്തുവിദ്യ വികസിപ്പിച്ചിരുന്നില്ല. ജനസംഖ്യ 1 ദശലക്ഷത്തിലധികം. 9ാമത്തെ ഇൻക രാജാവിൻ്റെ കാലത്ത് അതിർത്തി വികാസം തുടങ്ങി. ഇക്വഡോർ മുതൽ ചിലി വരെ 3000 മൈലുകൾ വരെ ഇങ്ക സാമ്രാജ്യം വ്യാപിച്ചു. ഇങ്ക അഡ്മിനിസ്ട്രേഷൻ. രാജാവ് സാമ്രാജ്യത്തിൻ്റെ പരമാധികാരി. മുതിർന്നവരുടെ സഭകളാണ് ഓരോ ഗോത്രത്തെയും ഭരിച്ചിരുന്നത്. കോൺഫെഡറസിയെ പോലെയുള്ള ഭരണ സംവിധാനമായിരുന്നു കോൺഫെഡറസി രാഷ്ട്രസഖ്യം പോലെയുള്ള ഭരണ സംവിധാനമായിരുന്നു അവിടെ നിലനിന്നിരുന്നത്. ഇങ്ക മുഖ്യൻ കീഴടക്കപ്പെട്ടാൽ ഗോത്രത്തിൻ്റെ കെട്ടുറപ്പ് ഉടൻ തകരും. സ്പാനിഷുകാർ ഇങ്കകളെ ആക്രമിച്ചപ്പോഴും ഇതാണ് സംഭവിച്ചത്. ഇങ്ക കെട്ടിട നിർമ്മാണം. ആസ്റ്റക്കുകളെ പോലെ ഇങ്കകളും വിസ്മയകരമായ കെട്ടിട നിർമ്മാതാക്കളായിരുന്നു. ഇക്വഡോർ മുതൽ ചിലി വരെയുള്ള പർവ്വതനിരകളിലൂടെ അവർ റോഡുകൾ നിർമ്മിച്ചിരുന്നു. കോട്ടകൾ നിർമ്മിക്കാൻ ആവശ്യമായ കൽപ്പാളികൾ കൃത്യമായി വെട്ടിയെടുത്തതിനാൽ കുമ്മായക്കൂട്ട് ഇടുന്നതിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല. സമീപ പ്രദേശങ്ങളിൽ നിന്നും അടർത്തിയെടുക്കുന്ന കൽപ്പാളികൾ കൊത്തിയെടുക്കുന്നതിനും കൊണ്ടുപോകുന്നതിനുമെല്ലാം മനുഷ്യപ്രയത്നത്തെയാണ് ആശ്രയിച്ചിരുന്നത്. കൽപ്പണിക്കാർ കൽപ്പാളികൾ ലളിതവും ഫലപ്രദവുമായ മാർഗത്തിൽ രൂപപ്പെടുത്തിയെടുക്കുന്ന ഫ്ലേക്കിംഗ് എന്ന രീതിയാണ് ഉപയോഗിച്ചിരുന്നത്. 100 മെട്രിക് ടണ്ണിലധികം ഭാരമുള്ള കല്ലുകൾ ഉണ്ടായിരുന്നെങ്കിലും ഇത് കൊണ്ടുപോകുന്നതിന് ചക്രങ്ങളുള്ള വണ്ടികളൊന്നും അവർക്കുണ്ടായിരുന്നില്ല. സുസംഘടിതമായ കർശനമായി നിയന്ത്രിക്കപ്പെട്ട മനുഷ്യാധ്വാനമായിരുന്നു ഇതിനുപയോഗിച്ചിരുന്നത്. പൊതുവെ തൊഴിലാളി കേന്ദ്രീകൃത സാങ്കേതികവിദ്യയായിരുന്നു ഇവർ പ്രയോജനപ്പെടുത്തിയിരുന്നത്. ഇങ്ക കൃഷി കരകൗശലം. ഇങ്ക നാഗരികതയുടെ അടിസ്ഥാനം കൃഷിയാണ്. കുന്നിൻ ചെരുവുകളിൽ അവർ ജലസേചനം നടത്തി കൃഷി ചെയ്തു. 1500 CE-യിൽ ആൻഡ്രിയൻ പർവ്വത പ്രദേശങ്ങളിലെ കൃഷി ഇന്നത്തേതിനേക്കാൾ മികച്ചതായിരുന്നു. ചോളവും ഉരുളക്കിഴങ്ങും ഇങ്കകൾ കൃഷി ചെയ്തു. ഇലാമകളെ മെരുക്കി വളർത്തി. അവരുടെ നെയ്ത്തുവിദ്യയും മൺപാത്രത്തിനും ഉയർന്ന നിലവാരമുണ്ടായിരുന്നു. ക്യൂപ്പു. ഇങ്കകൾ വികസിപ്പിച്ച കണക്കുരേഖപ്പെടുത്തൽ സമ്പ്രദായമാണ് ക്യൂപ്പു എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ചരടിൽ പ്രത്യേക ഗണിത യൂണിറ്റുകൾ സൂചിപ്പിക്കുന്ന കെട്ടുകളിട്ടാണ് ഇവർ ഇത് സാധിച്ചിരുന്നത്. ഇത്തരം ചരടുകളിൽ ഒരു പ്രത്യേക തരം രഹസ്യ ഭാഷാ സംവിധാനവും അവർ വികസിപ്പിച്ച് എടുത്തിരുന്നു. ഇങ്ക സംസ്കാരവും യൂറോപ്യൻ സംസ്കാരവും തമ്മിലുണ്ടായിരുന്ന വ്യത്യാസങ്ങൾ. ഇങ്കകൾക്കിടയിൽ വിഭവങ്ങളെല്ലാം ഏതാനും പേരുടെ സ്വകാര്യ ഉടമസ്ഥതയിലായിരുന്നില്ല. സ്വർണത്തിനോ വെള്ളിക്കോ ഇങ്കകൾ വലിയ മൂല്യം കൽപ്പിച്ചിരുന്നില്ല. ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളത് ഫാക്ടേഴ്സ് ലീഡ് ടു യൂറോപ്യൻ വോയേജസ്. ഓക്കെ, അതായത് എന്തൊക്കെ ഫാക്ടേഴ്സുകളാണ് അവരുടെ വോയേജസിൻ്റെ അല്ലെങ്കിൽ യൂറോപ്യൻ പരിവേഷണ സമുദ്ര സഞ്ചാരത്തിൻ്റെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.